എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് ഒരു 1/2 കിലോഗ്രാം വെയിറ്റ് വരുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു നോൺ ആൽക്കഹോളിക് റെസിപ്പിയാണ്. കൂടാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് കൂടിയാണ്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വീതം അണ്ടിപ്പരിപ്പ്, ബദാം, ചെറി, ഡേറ്റ്സ്, കറുത്ത മുന്തിരി, 2 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി സ്റ്റൗ ഓൺ ആക്കിയിട്ട് സിമ്മിലേക്ക് ആക്കി വെക്കുക. അതിനുശേഷം ഒരു അടി കട്ടിയുള്ള പാത്രം ചൂടായാൽ അതിലേക്ക് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 1 സ്പൂണ് തേൻ ഒഴിച്ചു കൊടുക്കണം. ഈ തേനും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 2 ഓറഞ്ച് കൈകൊണ്ട് പിഴിഞ്ഞെടുത്തത് 1/4 ഗ്ലാസ്സോളം ഉണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊന്ന് തിളക്കാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ജാതിക്ക, ഗ്രാമ്പൂ, പട്ട ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ആ പൊടി കൂടി ഒരു 1/2 ടീസ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം സ്റ്റൗ ടോപ്പിൽ വെച്ച് ഒന്ന് ഫ്ലെയിം ഓണാക്കി കൊടുത്ത് സിമ്മിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ പതഞ്ഞ് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് പിന്നിലോട്ടായിട്ട് നിൽക്കുക. ചിലപ്പോൾ ഇതിൻ്റെ ആവി മുഖത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നന്നായി ശ്രദ്ധിക്കുക. ഈ ചൂടുവെള്ളം ഒഴിച്ച് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. കേക്ക് പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടി ഇട്ട് കൊടുക്കുന്നത്. പൊടി ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കൊട്ടി കൊടുക്കുക. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. ഒരു 3/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ആദ്യം പൊടിച്ച് വെച്ച ജാതിക്ക, ഗ്രാമ്പൂ, പട്ട പൊടിച്ച പൊടി ഇട്ട് കൊടുക്കുക. അവസാനമായി 1 നുള്ള് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. അടുത്തതായി ഒരു 50 ഗ്രാം ബട്ടർ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം 1/4 കപ്പ് പഞ്ചസാര കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ടും കൂടി നന്നായി ഒന്ന് മെൽട്ടാകുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. മുട്ടയും ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ച നമ്മുടെ പഞ്ചസാര സിറപ്പ് ഉണ്ടല്ലോ, കാരമൽ സിറപ്പ്, ആ കാരമൽ സിറപ്പ് മുഴുവനായി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 1-2 മിനിറ്റ് ഇതുപോലെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചായി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ പൊടിയിട്ട് മിക്സ് ചെയ്തതിൻ്റെ കുറച്ച് പൊടി അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് പാത്രത്തിൽ. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തണുക്കാനായി മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഈ പൊടിയിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് കട്ടിയുള്ളതായിരിക്കും ഈ ബാറ്റർ. സാധാരണ കേക്കിൻ്റെ പോലത്തെ ലൂസ് ആയിരിക്കില്ല, കുറച്ച് കട്ടിയുള്ളതായിരിക്കും. ഇനി ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇതുപോലെ കംപ്ലീറ്റായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡേറ്റ്സും കൂടി വെച്ച് കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മുടെ ഒരു പഴയ തവ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്റർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് അടച്ചു കൊടുക്കാം. അതിൻ്റെ മേലെ ഒരു ചെറിയ വെയിറ്റും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 45 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കേക്കൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഉൾഭാഗമൊക്കെ വെന്തിനോ നോക്കാൻ വേണ്ടി ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ സ്ക്യൂർ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം കുക്കായിട്ടുണ്ട്, കേക്കൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള, നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.